തമ്മിലാണ് പിടിയിട്ടുണ്ടാവൂലേ, ഒന്ന് സെറ്റപ്പ് ഒന്ന് മാറ്റി പിടിച്ചു. ഇങ്ങനെയായാൽ എന്താ കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്കാണ് ഷൂട്ട് ചെയ്യുന്നതൊക്കെ. അപ്പൊ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ വേണം. അപ്പൊ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ സോറി പറയണം എല്ലാത്തിനും. ചിലപ്പോൾ ഈ ഒരു വീഡിയോട് കൂടി ഈ ഒരു സെറ്റപ്പ് അവസാനിപ്പിക്കൂട്ടോ, പറയാൻ പറ്റില്ല. ഞാനൊന്ന് ട്രൈ ചെയ്തു എന്ന് മാത്രം, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് നമ്മുടെ പാക്കറ്റ് നൂഡിൽസ് ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റിൽ, ചിലവരെ കണ്ടിട്ടുണ്ട് ഒന്നിച്ച് മിക്സ് ചെയ്യുന്നതാണ് ഓൾമോസ്റ്റ് കണ്ടേക്കണേ, പിന്നെ പച്ചക്കറിയൊക്കെ കൊത്തിരിഞ്ഞിട്ടുള്ളത് ആ ഒരു രീതിയിൽ. ഇത് അങ്ങനെയൊന്നുമല്ല, വേറൊരു രീതിയാണ്. ചിലപ്പോൾ ചെയ്യുന്നവരുണ്ടാവാട്ടെ. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് നൂഡിൽസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാക്കറ്റ് നൂഡിൽസ് ചേർത്ത് കൊടുക്കണം. ഞാൻ പാക്കറ്റ് നൂഡിൽസ് എടുത്തിട്ടുള്ളത് ഇതാണ് കേട്ടോ, ഇൻഡോമിയുടെ ഫ്രൈഡ് ചിക്കൻ നൂഡിൽസ്. നിങ്ങൾക്ക് ഇത് വെച്ചിട്ടും ചെയ്യാം. എനിക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ EPP ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടത് ഈ ഇൻഡോമിയുടെ ചിക്കൻ ഫ്രൈഡ് നൂഡിൽസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതാണ് എപ്പോഴും ഉപയോഗിക്കാറ്. വേറെ ഒന്നും മേടിക്കാറില്ല. മാഗി ഒന്നും എനിക്ക് അത്ര ഇഷ്ടമില്ല. ഇതാണ് ഞാൻ എപ്പോഴും മേടിക്കാറ്. അപ്പൊ നമുക്ക് ഇതാദ്യം പൊട്ടിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം പാത്രത്തിലേക്ക്. ആദ്യം നമുക്ക് ഈ നൂഡിൽസ് വേവിച്ചെടുക്കാനാണ്. ഞാൻ ഈ വെള്ളം ഊറ്റിക്കളയും, ഇതിൽ പറ്റിക്കാറില്ല എപ്പോഴും. എന്നിട്ട് കഴുകി ഊറ്റിയെടുക്കാണ് ചെയ്യാറ്. അപ്പൊ ആദ്യം നമുക്ക് നൂഡിൽസ് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് അളവൊന്നുമില്ല, ഊറ്റിക്കളയാളതല്ലേ. കുറച്ച് വെള്ളം, ഞാൻ ഒരു കപ്പ്, നമ്മുടെ സ്റ്റീലിന്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വെള്ളത്തിലേക്ക് ഞാനിത് നൂഡിൽസ് ഇട്ടാ ഒരു പാക്കറ്റിന്റെ അളവാണ് പറയുന്നത്. അത് അങ്ങനെ ചേർത്ത് കൊടുക്കുക. പൊട്ടിക്കണം നിർബന്ധമൊന്നുമില്ല. അതിലെടുത്ത് വേവണ നേരത്തെ കത്തരോട് കാക്കർ കുക്കറിയിട്ട് മുറിച്ചിട്ടാണ് ഇപ്പൊ റെഡിയായിക്കോളും. അപ്പൊ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് അവരുടെ മസാല പാക്കറ്റ് തരും. ചിലതിൽ ഈ ഒരു ഇത് ഉണ്ടാവില്ല, ചിലതിൽ ഈ മസാല മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലതിൽ ഞാൻ കണ്ടിട്ടില്ല, ഈ ഓയിലും സോയ സോസും ചിലതിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ എനിക്ക് അറിയില്ല കേട്ടോ എല്ലാത്തിലും ഉണ്ടോ എന്നുള്ളത്. അപ്പൊ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പൊ ഇതിപ്പോ നമുക്ക് ചേർക്കേണ്ട, ഇത് അവസാനം ചേർത്താൽ മതി ഈ 2 മസാല പാക്കറ്റ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏത് മസാല പാക്കറ്റ് ആണോ അത് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ഇത് വെന്തതിന് ശേഷം ഈ മസാല കൂട്ടണം. നിങ്ങൾക്ക് ഇത് കൈ കൊണ്ട് പൊട്ടിച്ചിടണമെങ്കിൽ പൊട്ടിച്ചിടാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ അപ്പോൾ കൈ കൊണ്ട് പൊട്ടിച്ചിട്ടൊന്നുമില്ല. ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നല്ല തിളച്ച് വരുമ്പോൾ നമ്മുടെ കത്ര കൊണ്ട് ഒന്ന് ഇങ്ങനെ വെട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ അതോടെ ഇവിടെയൊക്കെ മുറിഞ്ഞോളൂ. എന്നിട്ട് നമുക്കിത് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. ഇതിപ്പോൾ കണ്ടോ ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങി. ആ നേരത്തെ നമ്മുടെ കത്തര വെച്ചിട്ട് ഇത് ആദ്യം തന്നെ പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഒന്ന് പാത്രത്തിൽ കൊള്ളാതെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ഞാൻ അപ്പോൾ നിങ്ങളെ കാണിക്കുക കാരണമാണ് ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ എടുക്കണേ, ഇത്തിരി ഭംഗിയായിക്കോട്ടെ വെച്ചിട്ട്. ഞാൻ നമ്മുടെ സാധാ ഇൻഡാലിയത്തിൻ്റെ ചീഞ്ചട്ടിയിലൊക്കെ ചെയ്യാറ്. അപ്പോൾ പിന്നെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് കത്തരയൊക്കെ ഉപയോഗിക്കാം. ഇത് പടിയിൽ കുത്തുമെന്നൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ നോക്കിയിട്ട് ഇതൊന്ന് മുറിച്ചിട്ട് കൊടുത്താൽ മതി. ചിലവർക്ക് ഇത് മുറിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ എനിക്ക് അങ്ങനെ നീളനെ കഴിക്കാനേക്കാട്ട് ഇഷ്ടം എനിക്ക് ഇത്തിരി ഇങ്ങനെ മുറിച്ചിടുന്നതാണ്. അതുകൊണ്ടാണ് കേട്ടോ. കണ്ടോ ഈ ഒരു വേവായാൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഊറ്റിയെടുക്കാം കേട്ടോ അരിപ്പയിലേക്ക്. ഈ വെള്ളം നമുക്ക് വേണ്ട. ഊറ്റിയെടുക്കുമ്പോൾ ഇത്തിരി പച്ചവെള്ളവും ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ആ ഒട്ടണ പോലത്തെ പശ ഉണ്ടല്ലോ നമുക്ക് വേണ്ട, അത് അങ്ങോട്ട് കഴുകി കളയാം നമുക്ക്. അപ്പൊ നമ്മുടെ നൂഡിൽസ് വേവിച്ചത് ഇതേ ഞാനിവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് പച്ചവെള്ളം ഒഴിച്ചിട്ട് വൃത്തിയാക്കി കൊടുത്തോളോ. മീതെ ഇങ്ങനെ അരിപ്പയിൽ ഇത്തിരി പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. എനിക്ക് ഇഷ്ടമല്ല അതിൻ്റെ പച്ചപ്പച്ചപ്പ്, അത് ഞാൻ എപ്പോഴും കളയാറുണ്ട്. കളഞ്ഞു വെച്ചിട്ട് ടേസ്റ്റ് ഒന്നും മാറാറില്ല. ഇനി നമ്മുടെ ആ പാത്രനെ വീണ്ടും വെച്ചൊന്ന് കഴുകിയിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, ഏതെങ്കിലും ഓയിൽ, സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചോ, കുഴപ്പമില്ല. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കോഴിമുട്ട, ഞാൻ ഒരു നൂഡിൽസിലേക്ക് ഒരു കോഴിമുട്ടയാണ് എടുക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് കുത്തി കുടിച്ച് ഒഴിച്ചു കൊടുക്കാം. മുട്ട കുത്തി കുടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ മുട്ടയൊന്ന് ചിക്കി പറിച്ചെടുക്കണം. കയ്യിലൂടെ പോയി ഇതൊന്ന് നല്ലൊന്ന് ചിക്കി പറിച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് മുട്ടയിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ടാ, കുറച്ച് ഉപ്പ് അതും ചേർത്ത് കൊടുക്കുക. ഇത് നല്ലൊന്ന് കുത്തി പൊരിച്ചെടുക്കുക, അല്ലെങ്കിൽ ചിക്കി പറിച്ചെടുക്കുക. എങ്ങനെയാണ് നിങ്ങൾ പറയണതെന്ന് വെച്ചാൽ ആ രീതിയിൽ ഒന്ന്. നമുക്ക് ഈ മുട്ട കുത്തി പൊട്ടിച്ചത് നമ്മുടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ പാത്രത്തിലാണ് മസാല തയ്യാറാക്കേണ്ടത്. അപ്പൊ ഈ മുട്ട കുത്തി പൊരിച്ചത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി നമ്മൾ ഈ മുട്ട കുത്തി പൊട്ടിച്ച പാത്രത്തിലേക്ക് നമ്മുടെ കയ്യിലുള്ള മസാല പാക്കറ്റ് ഉണ്ടല്ലോ അത് പൊട്ടിച്ച് ചേർക്കണം. ആദ്യം ചേർക്കേണ്ടത് ഈ സോയാ സോസും പിന്നെ ഇതിന്റെ ഒപ്പം നമുക്കൊരു സീസണിങ് ഓയിലും കിട്ടും. അതാണ് നമ്മൾ ആദ്യം ചേർക്കേണ്ടത്. നിങ്ങൾ കഴിക്കുന്ന നൂഡിൽസ് പാക്കറ്റിൽ ഇപ്പോൾ ഈ സീസണിങ് ഓയിലും സോയാ സോസും ഇല്ലാന്ന് വിചാരിക്കാം. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതിൽ പൊടി മാത്രം ഉണ്ടാവുന്ന കണ്ടുള്ളൂ. അപ്പൊ ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഡാർക്ക് സോയ സോസ്, ലൈറ്റ് ആയാലും പ്രശ്നമില്ല. അതായത് ഏത് സോയ സോസ് അല്ലേ, ലൈറ്റ് സോയ സോസ് ആണെങ്കിൽ 3 വരെ ചേർക്കാം. ഡാർക്ക് ആണെങ്കിൽ നല്ല കട്ടിയുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ടീസ്പൂണൊക്കെ ചേർക്കാൻ മതിയാവും കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ഇതിലോട്ട് പൊട്ടിച്ചു വയ്ക്കാം. ആദ്യം നമുക്ക് ആ പൗഡർ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഓയിലും സോയ സോസും അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കും വേണം ഈ സോസും ഓയിലൊക്കെ ഉണ്ടെങ്കിലും ഒരു
ടേബിൾ സ്പൂണോളം ഓയിൽ ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം. നല്ല മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ നൂഡിൽസ്. ഒരു ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നമ്മുടെ ആ സീസണിങ് ഓയിൽ ഇല്ലാത്തവരാണെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയിട്ടില്ല കേട്ടോ ഓയിൽ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അളവും കാര്യങ്ങളൊക്കെ, അപ്പോൾ നോക്കിയാൽ. ഇനി നമുക്ക് ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് ഇളക്കുക. തീ ലോ ഫ്ലെയിമിൽ വെക്കുക. എന്താ പറയുക, കൂട്ടി വെക്കരുത്, വളരെ ലോവിൽ വെച്ചോളൂ കേട്ടോ, അല്ലെങ്കിൽ ഈ ഒഴിച്ചു കൊടുത്ത സോയ സോസ് ഇതൊക്കെ കരിയും. പിന്നെ നിങ്ങൾ ലൈറ്റ് വെള്ളം പോലെയുള്ള സോയ സോസ് ചേർക്കണമെങ്കിൽ ഇത്തിരി ഇങ്ങനെ പൊട്ടിത്തെറിക്കും ഈ നേരത്ത്. അതാ ഞാൻ പറഞ്ഞത്, ഇത്തിരി കട്ടിയുള്ളത് ഇതുപോലത്തെ ചേർക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതൊന്ന് ചൂടാക്കി എടുക്കാം നമുക്ക്. കണ്ടോ, നല്ല ചൂടായി വന്നിട്ടുണ്ട്. കരിഞ്ഞു പോയരുത്, ലോ ഫ്ലെയിമിൽ വെച്ചോളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സ്വാദ, ഒരു പ്രത്യേക മണമുണ്ട് കേട്ടോ നൂഡിൽസിന്. അപ്പോൾ നല്ല ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ഈ ഒരു നേരത്തെ ഇതുപോലെ ആകുമ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഈ കട്ട പോലെ കാണും, അതൊക്കെ ഇതിലേക്ക് അലിഞ്ഞ് ചേരും. ആ ചൂട് കറക്റ്റായിട്ട് വരുമ്പോൾ ഇത് ഫ്രൈ ആവണതിൻ്റെ ഒപ്പം തന്നെ ആ കട്ടകളെല്ലാം അലിഞ്ഞ് പൂട്ടാ. ഇനി തീ ഒന്ന് കൂട്ടി വെച്ചോളൂ കേട്ടോ, എന്നാലാണ് ആ ചെറിയ ചെറിയ കട്ടകൾ പോലെയുള്ള നമുക്ക് പെട്ടെന്ന് മെൽട്ടായി കിട്ടുള്ളൂ. പിന്നെ നൂഡിൽസ് ഒന്ന് ഫ്രൈ ആയിട്ടും കിട്ടുള്ളൂ. കണ്ടോ, അടിപൊളി സാധനമായിട്ട് കഴിക്കാനായിട്ട്. ഇപ്പൊ കണ്ടോ, ഇതിനുള്ളിലത്തെ കട്ടകളെല്ലാം പോയിട്ടുണ്ട്. ഇനി അത് ചൂടാവാനുസരിച്ച് ഉണ്ടെങ്കിൽ എന്നെ അത് പൊക്കോളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പൊരിച്ചു വെച്ച മുട്ടയുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഒരു പ്രത്യേക സ്വാദും ടേസ്റ്റാണ് ഇങ്ങനെ നൂഡിൽസ് ചെയ്യുമ്പോൾ. അങ്ങനെ പല രീതിയിലുണ്ട്. ചിലവര് വെജിറ്റബിൾസ് ചേർത്തിട്ട് വെക്കും, വെജിറ്റബിൾ ചേർക്കാതെ വെക്കും. ഇതിലും വെജിറ്റബിൾ ചേർക്കണമെന്നില്ല, ഇങ്ങനെ ചെയ്ത് നോക്ക് നിങ്ങൾ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ കണ്ടില്ലേ എന്തായാലും. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. പിന്നെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി നോക്കാം. ഞാനിത് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തന്നില്ലല്ലോ അല്ലേ നിങ്ങൾക്ക്. കണ്ടോ, നമ്മളത് പൊട്ടിച്ചിട്ടുകൊണ്ട് കഴിക്കാതിരിക്കാനും എളുപ്പമാണ്. കാണിച്ചു തരാം. അതുണ്ടല്ലോ, പാക്കറ്റ് നൂഡിൽസ് ഉണ്ടെങ്കിൽ വേഗം പോയി തയ്യാറാക്കും. ഇതുപോലെ അടിപൊളിയായിരിക്കും, നല്ല ടേസ്റ്റാണ് കഴിക്കാനും. ഒന്ന് പാക്കറ്റ് നൂഡിൽസ് കയ്യിലുണ്ടെങ്കിൽ വേഗം പോയി തയ്യാറാക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതെ ഇരിക്കില്ല. ഇതിപ്പോൾ തീരും. അതുപോലെ അപ്പോൾ തയ്യാറാക്കാതിരിക്കരുത് കേട്ടോ. നമ്മുടെ ഈസി ആയിട്ടുള്ള അടിപൊളി, നിങ്ങൾക്ക് കാണുന്നുണ്ടോ അതിൽ? സൂം ആവുന്നില്ല അല്ലേ? നമ്മുടെ നൂഡിൽസ് എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഞാൻ സ്ക്രീനിലേക്ക് നോക്കി. അപ്പോൾ അതെല്ലാവരും തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് എന്തായാലും നല്ല ഇഷ്ടമാവട്ടെ. ഒരു പ്രത്യേക സ്വാദാണ്. അപ്പൊ നമുക്ക് നല്ല ഈസി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് വരാം. ഈ ഒരു സെറ്റപ്പ് ഒന്നും ആവില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ മാറ്റും. നൂഡിൽസ് ആയതുകൊണ്ട് എളുപ്പമല്ലെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നോക്കിയത്. ഒരു ആഗ്രഹം. അപ്പൊ നമുക്ക് എന്തെങ്കിലും തെറ്റുപറ്റാൻ വേണ്ടി ക്ഷമിച്ചോളോ. ഞാൻ മാത്രമാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ. കൈ കൊള്ളുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് എന്തൊരു രുചിയാണ് ദൈവമേ. എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാൻ കണ്ടു. എൻ്റെ മാതാവേ, ഇന്നിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഒച്ച വെച്ചിട്ട്. വാട്ടിസ് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവിടെ അവരുടെ ഒച്ചയും ബഹളമാണ്. അപ്പം നമുക്ക് പിന്നെ എടുക്കാം കേട്ടോ വീഡിയോ. ഒരു നൂഡിൽസിലേക്ക് ഒരു കോഴിമുട്ടയാണ് എടുക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് കുത്തി കുത്തി ഒഴിച്ചു കൊടുക്കാം. പൊട്ടാക്കെ ആവശ്യം നേരത്തെ പൊട്ടിക്കും. എന്തൊരു മുട്ട മുട്ട എന്തോ